ഹായ് നമസ്കാരം. ഇന്ന് അമ്മയുണ്ടാക്കുന്ന ചക്കടയുടെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചക്ക വരട്ടി ആദ്യമേ തന്നെ വെച്ചിട്ടുണ്ട്, അതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ കഴിയാറായി. എങ്കിലും ചക്ക വരട്ടിയതൊക്കെ എടുത്ത് വെച്ചേക്കുന്നവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ്. ഞങ്ങളിങ്ങനെയാണ് ഉണ്ടാക്കാറ്. ഗോതമ്പ് പൊടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് 1/2 കിലോ ഗോതമ്പ് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ചക്ക വരട്ടിയതും ഉണ്ടാക്കുന്നത് എടനേട ഇലയിലാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഇതിന് വയനയില എന്ന് പറയും. നല്ല മണമാണ് ഈ ഇലയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ടേസ്റ്റുമാണ്. അപ്പോൾ കുറച്ച് ഏലക്കായ, പഞ്ചസാര കൂട്ടി പൊടിച്ചെടുത്തതും ഗോതമ്പ് പൊടിയും ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് നന്നായി തിരുമ്മി എടുക്കും. അതിലേക്കാണ് അമ്മ ചക്ക വരട്ടിയത് ആവശ്യത്തിന് ചേർത്തെടുക്കുന്നത്. അതിൽ നമ്മൾ നന്നായി ചെറുതായിട്ട് അരിഞ്ഞ നാളികേരക്കൊത്തും ചേർക്കുന്നുണ്ട്. അത് ചക്കടയിൽ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇപ്പം നാളികേരക്കൊത്തിൻ്റെ ഒരു ഭാഗം ചേർത്തു. ബാക്കി പിന്നെ ഉണ്ടാക്കാനായിട്ട് ഇന്ന് തന്നെ കുറച്ചും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ 1/2 കിലോ ഗോതമ്പ് പൊടി വീതമാണ് അമ്മ എടുത്ത്, അതൊരളവിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ചക്ക വരട്ടിയത് നേരത്തെ വരട്ടി വെച്ചിരിക്കുന്നതാണ്. അത് വീഡിയോയിലില്ല. ചക്ക വേവിച്ചിട്ട് ചക്ക ചെറുതായി അരിഞ്ഞ് നല്ലോണം പഴുത്ത മധുരമുള്ള ചക്ക ചെറുതായി അരിഞ്ഞ് കുക്കറിൽ ആവശ്യത്തിന് വിസിൽ കേൾപ്പിച്ചിട്ട് അത് പിന്നീട് നമ്മൾ ഉരുളിയിലേക്ക് മാറ്റി അമ്മ അടുപ്പത്ത് വെച്ച് നല്ലതായിട്ട് വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യത്തിന് ശർക്കരയും ചേർക്കണം. മധുരം കുറവുള്ള ചക്കയാണെങ്കിൽ കുറച്ച് കൂടുതൽ ശർക്കര ചേർക്കേണ്ടി വരും. അപ്പോൾ അത് ഒരു 3-4 ദിവസം കഴുകി വിടാണ്ട് അടിയിൽ പിടിക്കാണ്ട് നല്ല പോലെ ഇളക്കി വരട്ടിയെടുത്തതാണ്. ഇത് അപ്പോൾ തന്നെ അതിലേക്ക് ആവശ്യത്തിന് നെയ്യും അമ്മ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ആവശ്യത്തിന് ചക്ക വരട്ടിയത് ചേർത്തു. അതും ഗോതമ്പ് പൊടിയും ഏലക്കപ്പൊടിയും നുള്ളുപ്പും തേങ്ങാക്കൊത്തും നെയ്യും ഒക്കെ ചേർത്ത് അതിൻ്റെ ഒരു മയത്തിനനുസരിച്ച് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കുഴച്ച് എടുക്കുകയാണ്. ആ കുഴയ്ക്കുന്നതിലാണ് ചക്കയുടെ ഒരു ടേസ്റ്റ് വരുന്നത്. ഗോതമ്പ് പൊടിയും ചക്ക വരട്ടിയതും തമ്മിൽ നല്ല പോലെ മിക്സായിട്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ ആ ചക്ക വരട്ടിയുടെ മണം വന്നപ്പോൾ ഞാനിടയ്ക്ക് അത് ചോദിച്ചെടുത്ത് കഴിക്കുന്നുണ്ട്. ഇടന്ന ഇലയിൽ ഇതേപോലെയാണ് ഞങ്ങൾ ചക്ക അട ഉണ്ടാക്കാനായിട്ട് പരത്തിയെടുക്കുന്നത്. 2 മടക്കി വെച്ചിട്ട്. ചില സ്ഥലങ്ങളിൽ ഇത് കുമ്പിളപ്പം പോലെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ചില സ്ഥലത്ത് നമ്മൾ അരിപ്പൊടി ചേർത്തും ആണ് ഉണ്ടാക്കാറ്. അപ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റായിട്ടിരിക്കും. ഞങ്ങൾ ഗോതമ്പ് പൊടിയിലാണ് ചക്ക വരട്ടിയത് ചേർത്ത് അട ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറേ നാളത്തേക്ക് നമുക്ക് ചക്ക വരട്ടി സൂക്ഷിച്ച് വയ്ക്കണമെങ്കിൽ കുറച്ചും കൂടെ നെയ്യൊക്കെ ചേർത്ത് നല്ല രീതിയിൽ ഒന്നും കൂടെ വെള്ളമൊക്കെ മാറ്റി നല്ല പോലെ വരട്ടിയെടുക്കണം. ഇതിപ്പോൾ അപ്പോൾ തന്നെ ഉപയോഗിക്കുന്ന ഉണ്ടായതുകൊണ്ട് അത്രയ്ക്കും കട്ടയായിട്ട് എടുത്തിട്ടില്ല. ഇതും എന്നാലും 3-4 ദിവസം അടുപ്പിൽ വെച്ച് വരട്ടിയെടുത്തതാണ്. അതിൻ്റെ ആ കളർ കണ്ടാലറിയാം നല്ല രീതിയിൽ വരട്ടിയതാണ് ചക്ക. അപ്പോൾ ഇതേപോലെ കനം കുറച്ച് വേണം ഇടനിലയിൽ പരത്തിയെടുക്കാനായിട്ട്. അങ്ങനെയാണ് അമ്മ ഇവിടെ ഉണ്ടാക്കാറ്. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒന്നാണ് ചക്കട. അമ്മയാണ് സ്ഥിരമായിട്ട് എത്ര ഞങ്ങളുണ്ടാക്കിയാലും അമ്മ ഉണ്ടാക്കുന്ന ആ ചക്കടയ്ക്കാണ് ടേസ്റ്റ് കൂടുതലായിട്ട് എപ്പോഴും തോന്നാറ്. അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അമ്മ അത് ചക്ക അടയുണ്ടാക്കി വച്ചിട്ടുണ്ട്. ഇനി അത് കുക്കറിൽ വെച്ചാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇനി കുക്കറിൽ ഇഡ്ഡലിത്തട്ട് വെച്ച് അതിൻ്റെ അടിയിലും ഒരു തട്ടും കൂടെ വെച്ചിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ ചക്കട ഇങ്ങനെ താഴെ വീഴാതെ വയ്ക്കും. അത് വെച്ചിട്ട് അടുപ്പിൽ വെച്ച് നമ്മൾ ഒരു 5 വിസിലാണ് ഇവിടെ കേൾപ്പിക്കാറുള്ളത്. 5 വിസിൽ കേട്ടതിന് ശേഷം എടുക്കുമ്പോഴേക്കും നല്ല സ്വാദുള്ള ചക്കട റെഡി ആയിട്ടുണ്ടാകും. അപ്പോൾ വിസിൽ കേൾക്കാനായിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വിസിൽ കേട്ടു. ആ വിസിൽ കേട്ടത് തുറക്കുമ്പോൾ അതിൽ നിന്ന് നല്ല ആവിയും ആ ഇടനെല്ലയുടെ മണവും ഒക്കെ ആയിട്ട്, ചക്കയുടെ മണമൊക്കെ ആയിട്ട് കൊതിയൂറുന്ന സ്വാദോടു കൂടിയ ചക്കട റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം ഇലയുടെ കളറൊക്കെ മാറി നല്ല ടേസ്റ്റായിട്ടുള്ള അട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ടേസ്റ്റ് നോക്കാൻ ഞാൻ അമ്മയെ തന്നെയാണ്. അമ്മ അതെടുത്ത് ചൂടോടുകൂടി പുറത്തേക്ക് വയ്ക്കുന്നുണ്ട്.
അപ്പോൾ അമ്മ കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുന്നതാണ് നിങ്ങൾ കാണുന്നത്. സൂപ്പറാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ചക്കയുടെയൊക്കെ ചക്ക വരട്ടിയതൊക്കെ ഉള്ളവർ ഒന്നും കൂടി ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അമ്മ പറയുന്നത് അമ്മ ഉണ്ടാക്കിയത് കൊണ്ടല്ല, നല്ല രീതിയിൽ നല്ല ടേസ്റ്റ് ഉണ്ട്, അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണമെന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ ചക്ക വരട്ടിയതൊക്കെ ഉള്ളവർ നല്ല ഉണ്ടാക്കി നോക്കുക. ഇഷ്ടം ആയവർ പറയുക. ഇങ്ങനെയാണ് ഞങ്ങളിവിടെ ചക്കട ഉണ്ടാക്കുന്നത്.